എന്താണ് ഒരു ഉഷാറില്ലാത്ത? എന്തിനാ? എന്താണ്? കലോത്സവം. കലോത്സവത്തിന് എന്തൊക്കെ ഉണ്ടായിരിക്കുക? എന്തൊക്കെ ഐറ്റം ഉണ്ടായിരിക്കുക? എന്താണ്? ഒപ്പന, മോണോയിറ്റ്, നാടകം, നാടോടി നൃത്തം, അങ്ങനെ പദ്യം. ഓക്കെ, പദ്യം. പിന്നെ എന്ത്? ഗ്രൂപ്പ് സോങ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കലോത്സവങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലെ? ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ കലോത്സവം? ഇഷ്ടമാണോ? ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടില്ലേ? ഇന്നലെ ഗ്രൂപ്പിൽ വന്ന പോസ്റ്ററിലാണോ? പിന്നെ എവിടെ കണ്ടിട്ടില്ലേ? യൂട്യൂബിലാ. ഇപ്പൊ എല്ലാരും യൂട്യൂബിൽ കണ്ടിരിക്കുന്ന പരിപാടി പഠിക്കാറൊന്നുമില്ല. ഉണ്ട്. പഠിക്കുന്നതാണോ യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കുന്നതാണോ നല്ലത്? അങ്ങനെയൊന്നുമില്ല, രണ്ടും നല്ലതാണ്. ചില കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിച്ചൂടെ? ഓക്കെ. അപ്പോ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഭയങ്കര സുന്ദരന്മാരും സുന്ദരികളുമാണെന്നാണ് ഇവിടുത്തെ അധ്യാപകരൊക്കെ പറഞ്ഞത്. ശരിയാണോ? സുന്ദരന്മാരും സുന്ദരികളുമാണോ? ഒരു ഉഷാറില്ലേ? ആണോ? സുന്ദരന്മാരെ എവിടെ? സുന്ദരന്മാരൊന്നില്ലേ? സുന്ദരന്മാരെ, സുന്ദരികളെ. അടിപൊളി. അപ്പോ കലോത്സവം നമ്മളിപ്പോ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങള് അല്ലെ, ഒരുപാട് മത്സരങ്ങള്, ഒരുപാട് ആർട്ട് ഫോമുകളൊക്കെ ഉള്ളതാണ് കലോത്സവം. അപ്പൊ മാഷും ഇതുപോലെ തന്നെ BM UP സ്കൂൾ കൊടക്കലിൽ പഠിച്ച ഒരാളാണ്. അപ്പോ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ ഒരു വേദിയാണ് സ്കൂൾ കലോത്സവങ്ങൾ അല്ലേ? ആണോ? അല്ലേ? കാരണം മാസ്റ്റർ ഇതേപോലെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലേ? എന്റെ അമ്മേ, ഉണ്ട്. സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പേടിയുണ്ട്. അതുപോലത്തെ നിങ്ങളെ പോലത്തെ ഒരു കുട്ടിയായിരുന്നു മാഷും. 4ാം ക്ലാസ് പഠിക്കുമ്പോ സ്റ്റേജിൽ കയറി എന്തെങ്കിലും സംസാരിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോം ചെയ്യാനോ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പോഴും കൈ വിറയ്ക്കുന്നത് വേണ്ട, എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കൈ വിറയ്ക്കുന്നത് വേണ്ട. ഇതുപോലെ അന്ന് വിറയ്ക്കുമായിരുന്നു. അങ്ങനെ ഗ്രൂപ്പായിട്ടൊരു പരിപാടി അവതരിപ്പിക്കുന്നതാണോ ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടുന്നതാണോ നല്ലത്? പാട്ട് പാടുന്ന ഓക്കെ, ഗ്രൂപ്പായിട്ട്. അപ്പൊ എന്താ, ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോ എന്ത് കിട്ടും? നമുക്കൊരു ധൈര്യം കിട്ടില്ലേ? കിട്ടും. ഒരു ധൈര്യമായിട്ടില്ലേ? കുറെ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒരു പരിപാടി ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും അല്ലേ? യെസ്. അതുപോലെ ചെയ്ത ഒരു പരിപാടിയാണ് നാടകം. 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് മാഷ് ആദ്യമായിട്ട് നാടകം ചെയ്യുന്നത്. പിന്നെ 5ലും 6ലും 7ലൊക്കെ നാടകങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ കലോത്സവത്തിൽ നിങ്ങളോട് എനിക്ക് വലിയ കുറെ കാര്യങ്ങളൊന്നും പറയാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. കലോത്സവങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാധ്യതകളാണ്.